പഞ്ചാബിലേക്ക് പോകുമ്പോഴേക്കും അവിടെ വലിയ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് BJP വിട്ട് പഴയ തട്ടകമായ കോൺഗ്രസിൽ ചേക്കേറുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേരിട്ട തിരിച്ചടിയും സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതിലെ തർക്കവും പാർട്ടി മാറ്റത്തിന് അമരീന്ദറിനെ പ്രേരിപ്പിച്ചുവെന്നാണ് സൂചന. അതേസമയം പ്രചരിക്കുന്നതെല്ലാം അഭ്യൂഹമെന്നായിരുന്നു അമരീന്ദറിന്റെ പ്രതികരണം. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളായി. വിനോദ്, ഇപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ട്വിസ്റ്റ് ആൻറ്റി ക്ലൈമാക്സ് ഒക്കെ നിറയുകയാണോ? 2021 കോൺഗ്രസിൽ നിന്ന് വിട്ടതാണ്, അതിനുശേഷം പിന്നെ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ വീണ്ടും കുറച്ച് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോകുമോ അമരീന്ദർ തിരിച്ച് പഴയ തട്ടകമായ കോൺഗ്രസിലേക്ക്? ഹരി, അങ്ങനെയുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വരുന്നത്. ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ആ തരത്തിലുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ അമരീന്ദർ സിംഗ് പുകഴ്ത്തുന്നു. തിരികെ രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദ സംഭാഷണം, പ്രത്യേകിച്ച് അമരീന്ദറിൻ്റെ സഹോദരൻ മരിച്ചപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇത് അമരീന്ദർ സിംഗ് ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പമായി തന്നെയാണ് ഇപ്പോൾ എടുത്തു കാണിക്കുന്നത്. ഒരു കാലത്ത് പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന അമരീന്ദർ സിംഗ് പിന്നീട് BJPയിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ BJPയിൽ പോയി തുടക്കകാലം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അസ്വസ്ഥതകൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ BJP തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവിടെ പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. AAP വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ തൊട്ടു പിന്നാലെ എത്തിയത് കോൺഗ്രസ്സാണ്. അങ്ങനെ പഞ്ചാബിൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ശക്തി തെളിയിക്കുന്നു. അതുമാത്രവുമല്ല, പഞ്ചാബിൽ സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ സുനിൽ ജാക്കറെ മാറ്റി കേവൽ സിംഗ് ധില്ലനെയാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനാക്കി BJP കൊണ്ടുവന്നിരിക്കുന്നത്. ധില്ലനുമായി അമരീന്ദർ സിംഗിന് അത്ര നല്ല ബന്ധമല്ല. മാത്രമല്ല, ധില്ലൻ്റെ നേതൃത്വത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നൊരു ചോദ്യം. മാത്രമല്ല, ഇത്രയും സീനിയറായ ഒരു നേതാവായ തന്നോട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയില്ല എന്ന ഒരു നീരസം കൂടി അമരീന്ദറിനുണ്ട്. പക്ഷേ അമരീന്ദർ ഇപ്പോൾ ഈ വാർത്തകളെല്ലാം തന്നെ നിഷേധിക്കുകയാണ്. BJP വിട്ടുപോകുന്നു എന്ന വാർത്തകൾ അദ്ദേഹം സ്ഥിരീകരിക്കുന്നില്ല. മറ്റൊന്ന്, രവനീത് സിംഗ് ബിട്ടുവിൻ്റെ കാര്യം കൂടിയാണ്. അദ്ദേഹവും ഈ തരത്തിൽ BJPയിലേക്ക് പോയി കേന്ദ്രമന്ത്രിയായ ആളാണ്. റെയിൽവേ സഹമന്ത്രിയായിരുന്നു. ഈ മന്ത്രിസഭയിൽ അദ്ദേഹം സഹമന്ത്രിയായി തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് രാജ്യസഭ സീറ്റ് കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ ജോർജ് കുര്യന് കിട്ടാത്തതുപോലെ തന്നെയാണ് ബിട്ടുവിനും രാജ്യസഭാ അംഗത്വം ലഭിക്കാതെ പോകുന്നത്. അദ്ദേഹത്തെ പഞ്ചാബിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തോട് BJP നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ ബിട്ടുവും ഒരുപക്ഷെ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരും എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. നേരത്തെ 3 തവണ കോൺഗ്രസിൻ്റെ MP ആയി പഞ്ചാബിൽ നിന്ന് ലോക്സഭയിൽ എത്തിയ ആളാണ് ബിട്ടു. ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ പഞ്ചാബിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത്. ഹരി, യെസ്, പഞ്ചാബിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. അടുത്ത വർഷമാണ് പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇതിനിടയിൽ BJPയുടെ പ്രവർത്തന ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് തർക്കങ്ങൾ അമരീന്ദർ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതെല്ലാം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അമരീന്ദർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നത്. എന്തായാലും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നാണ് അമരീന്ദർ വ്യക്തമാക്കുന്നത്. പക്ഷേ പഞ്ചാബിൽ ഒരു ട്വിസ്റ്റ് കാണാൻ കഴിയുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.